أهلا السلام عليكم ورحمة الله وبركاته مرحبا بكم من جديد. ഇത് നമ്മൾ ഐന്ദ എന്നുള്ളൊരു വാക്കാണ്. ഇന്തയല്ല, ഐന്ദ. ഐ ഹാവ്, എനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്ന രൂപമാണ് ഐന്ദ. എനിക്ക് കാറുണ്ട്, എനിക്ക് വീടുണ്ട്, അങ്ങനെ എന്തൊക്കെ ബിലോങ്ങിങ്സ് നമുക്കുണ്ടോ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിനക്കുണ്ടോ അല്ലെങ്കിൽ നിനക്കുണ്ട് എന്നെങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐന്ദ എന്നുള്ള പദം എനിക്കുണ്ട്, ഐ ഹാവ്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐന്ദി. ഐന്ദി സെയ്യാറ, എൻ്റെ അടുത്ത് കാറുണ്ട്. ഐന്ദി സെയ്യാറ ജദീദ, എൻ്റെ അടുത്ത് പുതിയ കാറുണ്ട്. ഐന്ദി ദബ്ബാബ്, ഓക്കെ, എൻ്റെ അടുത്തൊരു ബഗ്ഗി ഉണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഐന്ദി വെച്ചിട്ട് നമ്മളുടേതാക്കിയിട്ട് മാറ്റാം. ഐന്ദി ബൈറ്റേൻ, എനിക്ക് 2 ബൈത്തുണ്ട്, എനിക്ക് 2 വീടുകളുണ്ട്. ഐന്ദി വലത്, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു മോനുണ്ട് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ഐന്ദി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെയിം മീനിങ് നമുക്ക് ലീ എന്നുള്ളതും ഉപയോഗിക്കാം. ലീ വലത്, എനിക്കൊരു കുട്ടിയുണ്ട്. ലീ സെയ്യാറ, എനിക്ക് എന്തുണ്ട്? കാറുണ്ട്. ഐന്ദി എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുണ്ട് എന്നാവും. അപ്പം ഐന്ദി ഗലം, എൻ്റെ അടുക്ക് പേനയുണ്ട്. ഐന്ദി ഗലമൈൻ, എൻ്റെ അടുക്ക് 2 പേനയുണ്ട്. ഐന്ദക് ഗലം, നിന്റെ അടുക്ക് പേനയുണ്ടോ? നമ്മൾ ചോദിക്കില്ല, നമ്മൾ നിന്റെ അടുത്ത് ഒരു എക്സ്ട്രാ പെന്നുണ്ടോ? ഐന്ദക് ഗലം ആഖർ, ഐന്ദക് ഗലം ആഖർ. ഒരു മെയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇനി ഫീമെയിൽ ആകുമ്പോഴോ സിമ്പിളാണ്. ഐന്ദക് എന്നുള്ളത് ഐന്ദക്കി അല്ലെങ്കിൽ ഐന്ദച്ച് എന്നായിട്ട് മാറും. അപ്പോൾ ഐന്ദി, ഐന്ദക്, ഐന്ദച്ച്. ഐന്ദി സെയ്യാറ, ഐന്ദക് സെയ്യാറ, ഐന്ദക്കി സെയ്യാറ അല്ലെങ്കിൽ ഐന്ദച്ച് സെയ്യാറ. ഐന്ദി സെയ്യാറത്തേൻ. ഐവ, ഉണ്ട് എന്നുള്ളതിനുള്ള രൂപമാണ് കേട്ടോ. അതേ എന്ന് നമ്മൾ പറയുമല്ലോ. ഐവ, നഅം, എൻ്റെ അടുക്കലുണ്ട്. ഐന്ദി, ഐന്ദി, നഅം ഐന്ദി, ഐവ ഐന്ദി, എൻ്റെ അടുക്കലുണ്ട്. ല മ ഐന്ദി, ല മ ഐന്ദി, ഇല്ല എന്ന് പറയുന്ന രൂപമാണ്. എൻ്റെ അടുക്കൽ ഇല്ല, ഇല്ല എന്നല്ല, എൻ്റെ അടുക്കൽ ഇല്ല. ല മ ഐന്ദി, ല ഇല്ല, മ ഐന്ദി, എൻ്റെ അടുക്കൽ ഇല്ല. ല മ ഐന്ദി സെയ്യാറ, ഇല്ല, എൻ്റെ അടുക്ക് കാറില്ല. മ ഐന്ദി ഗലമേൻ, എൻ്റെ അടുക്ക് 2 പെന്നയില്ല. മ ഐന്ദി ബൈറ്റേൻ, എനിക്ക് 2 വീടില്ല. ഓക്കെ, വൈൻ ബൈറ്റക്, മറ്റൊരു ചോദ്യമാണ്. വൈൻ ബൈറ്റക്, നിന്റെ വീട് എവിടെയാണ്? അപ്പം നമുക്ക് പറയണം മുസ്തഷ്ഫയുടെ അടുത്ത്, അൽ-അഹ്ലി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ബൈത്തി ഐന്ദ് മുസ്തഷ്ഫ അൽ-അഹ്ലി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഐന്ദ് ഉപയോഗിക്കാം. അടുത്ത് എന്നുള്ള മീനിങ്ങിൽ, തൊട്ടടുത്ത്. ഓക്കെ, തൊട്ടടുത്ത് എന്നുള്ള മീനിങ്ങിൽ ജംപ്, ഗുർബ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഐന്ദ എന്നുള്ളത് എന്താ ചെയ്യാം? നമുക്ക് അടുത്ത് എന്നുള്ളത് ഉപയോഗിക്കാം. മെക്കാനി ഐന്ദ് മെക്കാൻ അഹ്മദ്, എൻ്റെ സ്ഥലം അഹ്മദിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ്. മെക്കാനി ഐന്ദ് മെക്കാൻ അഹ്മദ്, അഹ്മദിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ് എന്ത്? എൻ്റേത്. അപ്പം എൻ്റെ സ്ഥലം ഐന്ദി അല്ലെങ്കിൽ മെക്കാനി, ഐന്ദ് മെക്കാൻ അഹ്മദ്, മെക്കാൻ അഹ്മദിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ്. ഓക്കെ, ഈ 3 മീനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐന്ദ് എന്നുള്ളത് ഉപയോഗിക്കാം. ഇനി അവൻ്റെ അടുക്ക്, അവൻ എന്നുള്ളത് നമ്മൾ ഹുവയാണ് ഉപയോഗിക്കുന്നത്. ഹുവ, ഹു എന്ന് നമ്മൾ കേൾക്കുള്ളൂ. അപ്പം ഐന്ദു, ഐന്ദ പ്ലസ് ഹു, ഐന്ദു. ഐന്ദു സെയ്യാറത്തേൻ, അവൻ്റെ അടുക്ക് 2 കാറുണ്ട്. നഅം ഐന്ദു സെയ്യാറത്തേൻ, സെയ്യാറ സെയ്യാറത്തേൻ, 2 കാർ. ഐന്ദു ബൈത്തേൻ, ഐന്ദു ഗലമൈൻ, ഐന്ദു സെയ്യാറത്തേൻ, ഐന്ദു ബൈത്തേൻ, ഐന്ദു മൻസിലൈൻ. ഇനി അവളുടെ അടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണെങ്കിലോ ഐന്ദഹ, ഹിയ എന്നാണ് നമ്മൾ അവൾ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഹിയ എന്നല്ല പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുക. അത് ഹ എന്നുള്ള സൗണ്ടിലേക്ക് മാറും. മറ്റൊന്നിലേക്ക് ചേരുമ്പോൾ അത് ഹ എന്നുള്ളതായിട്ട് മാറും. ഐന്ദഹ, ഐന്ദ എന്ന് നമ്മൾ കേൾക്കുള്ളൂ. ഐന്ദഹ സെയ്യാറ, ഐന്ദഹ ബൈത്ത്, ഐന്ദഹ ഗലമൈൻ. തയ്യബ്, ഈ രൂപത്തിൽ നമുക്ക് അവളുടെ അടുത്തുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ പറയാം. അപ്പം ഐന്ദി, ഐന്ദക്, ഐന്ദച്ച് അല്ലെങ്കിൽ ഐന്ദക്കി, ഐന്ദഹു അവൻ്റെ അടുത്ത്, ഐന്ദഹ അവളുടെ അടുത്ത്. ഇനി ഒരുപാട് പേരുണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേര്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ളതിന് നഹ്നു എന്ന് പറയുന്ന ഞങ്ങൾ എന്നുള്ള പദത്തിൽ ന മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഐന്ദ പ്ലസ് ന, ഐന്ദന, ഞങ്ങളുടെ അടുത്തുണ്ട്. ഐന്ദന ഗലം, ഞങ്ങളുടെ അടുത്ത് പേനയുണ്ട്. ഐന്ദന മദ്രസ, ഞങ്ങൾക്ക് സ്കൂളുണ്ട്, സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ട് എന്ന് പറയാം. ഐന്ദന മദ്രസ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. ഓക്കെ, ഐന്ദന മിഫ്താഹ്, കീ ഞങ്ങളുടെ അടുക്കലുണ്ട്. ഐന്ദന മിഫ്താഹ്, ഐന്ദന കിതാബ് എന്നുള്ളത് ഐന്ദന
ഞങ്ങളുടെ അടുത്ത്. ഇത് നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് എനിക്ക് ചോദിക്കണം. നിങ്ങളുടെ അടുത്ത് ഐന്ദക്കും, നിങ്ങളുടെ അടുത്തുണ്ടോ? ഐന്ദക്കും കലം, നിങ്ങളുടെ അടുത്ത് പേനയുണ്ടോ? ഐന്ദക്കും മിഫ്താഹ്, നിങ്ങളുടെ അടുത്ത് കീ ഉണ്ടോ? കീക്കാണ് നമ്മൾ മിഫ്താഹ് എന്ന് പറയാം. ഐന്ദക്കും കിതാബ്, ഒരു ടീച്ചർ ചോദിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്. ഐന്ദക്കും കിതാബ് യാ ഔലാദ്, നിങ്ങളുടെ അടുത്ത് ബുക്സ് ഉണ്ടോ കുട്ടികളെ? ഓക്കെ, കിതാബ് എന്ന് പറയുമ്പോൾ ബുക്ക്, കുത്തുബ് എന്നാവുമ്പോൾ അത് ബുക്സ് ആയിട്ട് മാറും. അപ്പം ഐന്ദക്കും കിതാബ് യാ ഔലാദ്, കുട്ടികളെ നിങ്ങളുടെ അടുത്ത് ബുക്ക് ഉണ്ടോ? ഐന്ദക്കും ദഫ്തർ, നിങ്ങളുടെ അടുത്ത് നോട്ട് ഉണ്ടോ? ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എന്താ എന്നുള്ളത് ഐന്ദി, ഐന്ദക്, ഐന്ദക്കി, ഐന്ദഹു, ഐന്ദഹ, ഐന്ദന, ഞങ്ങളുടെ അടുത്ത് ഐന്ദക്കും. അപ്പോൾ എന്താ എന്നുള്ളതിനെ പല പ്രൊനൗണുകളായിട്ട് ചേർത്തിട്ട് ഉണ്ട് എന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുള്ളത്.